പറയുമ്പോൾ കേരം തിങ്ങും കേരള നാടൊക്കെയാണ്. പക്ഷെ ആവശ്യത്തിനുള്ള തേങ്ങയ്ക്കായി അയൽ സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ടെന്താണ് സംസ്ഥാന സർക്കാരിൻ്റെ വെളിച്ചെണ്ണയ്ക്കടക്കം കിലോ 500 രൂപ കടന്നു. പക്ഷേ ഇപ്പോഴും പൊതുവിപണിയിൽ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങാൻ കിട്ടാറുണ്ട്. ഈ വെളിച്ചെണ്ണയെല്ലാം ശുദ്ധമാണോ? മാതൃഭൂമി ന്യൂസ് അന്വേഷിക്കുകയാണ്. ചാലയിലെ പല കടകളിലും 320 രൂപയ്ക്കും എണ്ണ കിട്ടും, ശുദ്ധമായ വെളിച്ചെണ്ണ എന്ന പേരിൽ. വെളിച്ചെണ്ണ എങ്ങനെയാണ്? ഇതാ കച്ചവടത്തിനാണ് ഒരു പരിപാടിക്ക് കേട്ടില്ലേ? വില കുറവായതുകൊണ്ട് പല കാറ്ററിംഗുകാരും ഹോട്ടലുകാരും ഈ എണ്ണയാണ് വാങ്ങുന്നതെന്ന്. കൂടുതൽ വെളിച്ചെണ്ണ ഓർഡർ ചെയ്യാനായി ഞങ്ങൾ അടുത്ത ദിവസം ഇതേ കടയിൽ വീണ്ടും പോയി. സംശയം തോന്നിയ കടക്കാരൻ ഇപ്പോഴില്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിച്ചു. സാധാരണ കുറഞ്ഞ സാധനങ്ങളില്ല, ഏറ്റവും കൂടിയ സാധനമേ ഉള്ളൂ. 460 രൂപ. ഇന്നലെ വാങ്ങിയ 320 അത് നമ്മൾ സ്ഥിരമായിട്ട് വെക്കാറില്ല. അത് ആവശ്യത്തോടെ ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞ് എത്തിക്കില്ല. പറഞ്ഞാൽ മതി. ശുദ്ധമായ വെളിച്ചെണ്ണ എന്ന പേരിൽ കിലോ 380 രൂപയ്ക്കും വിൽപ്പനയുണ്ട്. ഒരു ഫംഗ്ഷൻ എത്ര പറഞ്ഞു? 390. 390 ഇത് തമിഴ്നാടാ? കേരളത്തിലെ ഇവിടെ ഉള്ളതല്ല, നമ്മുടെ നാട്ടിലുള്ള. തിരുവനന്തപുരത്ത് തന്നെയുള്ള പല മില്ലുകളിൽ നിന്ന് ആട്ടിയ വെളിച്ചെണ്ണ എന്ന് സാക്ഷ്യപ്പെടുത്തിയാണ് നമുക്ക് ഈ വെളിച്ചെണ്ണ കടക്കാർ വിറ്റത്. ഇനിയിപ്പോൾ ഞാനുള്ളത് ചക്കിലാട്ടിയ വെളിച്ചെണ്ണ വിൽക്കുന്ന ഒരു കടയിലാണ്. ചക്കിലാട്ടിയ വെളിച്ചെണ്ണ വിൽക്കുന്ന കടയിൽ വെളിച്ചെണ്ണയ്ക്ക് കിലോ 480 രൂപയാണ്. ഇനി ഈ വെളിച്ചെണ്ണ മായം കലർന്നതാണോ? ചേട്ടാ, ഇത് ചാലക്കമ്പളത്തിൽ നിന്ന് വാങ്ങിയ വെളിച്ചെണ്ണയാണ്. ഇത് ശരിക്കുള്ള വെളിച്ചെണ്ണയാണോ? പ്യുവറാണോ? അല്ല, ഇതാണ് പ്യുവർ. വ്യത്യാസം കണ്ടുപിടിക്കാം. ഇത് വെച്ചാലും ഒരിച്ചിരി പാലാവും, ഇത് വെച്ചാലും ഇത് പാലാവില്ല. ഞാൻ വെട്ടി വെക്കാനാണ്. എനിക്ക് ശമ്പളം കൊണ്ട് ഞാൻ തരാം. നിങ്ങൾ ഇവിടെയില്ല, എവിടെ കൊണ്ടുപോയാലും ശരി, ഇത് ഡൽഹിക്ക് ഏതോ കൊണ്ടുപോയാലും ശരി, ഇതേ കഥ വരും. എല്ലായിടത്തും ചക്കിലാട്ടുന്ന വെളിച്ചെണ്ണ ശുദ്ധമാണോ? അത് നമുക്ക് പറയാൻ പറ്റില്ല. വലിയ വില കൊടുത്ത് വെളിച്ചെണ്ണ വാങ്ങുന്ന പൊതുജനം വാങ്ങിക്കഴിക്കുന്ന എണ്ണ ശുദ്ധമാണോ എന്നെങ്കിലും അറിഞ്ഞിരിക്കണം. അതിനൊരു വഴിയുണ്ട്. നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ ഈ വെളിച്ചെണ്ണ വച്ചാൽ മതി. കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷ്യസുരക്ഷാ വിഭാഗമായ FSSAI നിർദ്ദേശിക്കുന്ന പരിശോധനാ മാർഗമാണിത്. പരമാവധി അരമണിക്കൂറേ വെളിച്ചെണ്ണ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാവൂ, അതും ഫ്രീസറിലാകരുത്. ഇപ്പോൾ സമയം 5:30. അരമണിക്കൂർ കഴിഞ്ഞ് നോക്കാം. അരമണിക്കൂറിന് ശേഷം എണ്ണ എടുത്തു നോക്കുകയാണ്. കേരയും അതുപോലെ തന്നെ കിലോ 480 രൂപ കൊടുത്ത് വാങ്ങിയ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയും പാൽ നിറത്തിലായി. ഇനി കിലോ 320 രൂപയും 380 രൂപയും കൊടുത്ത് വാങ്ങിയ വെളിച്ചെണ്ണയ്ക്ക് അനക്കമേ ഉണ്ടായിട്ടില്ല. ഈ എണ്ണ 2 ലെയറായാണ് നിൽക്കുന്നത്. പൊതുവിപണിയിലെ എണ്ണയേക്കാൾ കുറഞ്ഞ വിലയായതിനാൽ വെളിച്ചെണ്ണയല്ലാത്തൊരു വസ്തു സാധാരണക്കാരൻ വാങ്ങിക്കഴിക്കുകയാണ്. ചില ഹോട്ടലുകാരും കാറ്ററിംഗുകാരും നമ്മൾ അറിയാതെ നമ്മളെ ഈ എണ്ണ കഴിപ്പിക്കുകയാണ്. ഉയർന്ന വിലയിട്ട് വിൽക്കുന്ന ഈ എണ്ണ എന്താണ്? ആരാണ് ഇതൊക്കെ വിപണിയിൽ എത്തിക്കുന്നത്? നമ്മുടെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം കണ്ടെത്തിയേ മതിയാകൂ. കാരണം ഇത് ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നമാണ്. ക്യാമറമാൻ സജികുമാറിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.